അപ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് പിന്നെ ഓടിച്ചിട്ടുള്ളൊരു പരിചയം ഉണ്ടാവുകൊണ്ട് എനിക്ക് വലിയ ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹൈബ്രിഡ് എന്നുള്ള പേരിലാണ് ഞാൻ ആ വണ്ടി എടുക്കുന്നത്. പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് അത് ഹൈബ്രിഡ് എനിക്ക് പറ്റിപ്പോയതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഞാൻ ഗൾഫിൽ യൂസ് ചെയ്ത് ഹൈബ്രിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഹൈബ്രിഡ് എടുക്കുന്നത്. പക്ഷെ അത് എടുക്കുമ്പോൾ ആ സിസ്റ്റം അല്ല ഇവിടെ വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബലേനോ യൂസറാണ്. ഈ ഒരു ബലേനോ 2 മാസത്തോളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് സീറ്റ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ആൾക്കാർ ഇപ്പം പ്രിഫർ ചെയ്യുന്ന കൂടുതലായിട്ട് ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രാഫിക്കും കൂടുതൽ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ റിവ്യൂ നമുക്ക് നോക്കാം. അതായത് ബലേനോ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു സെഡാൻ പ്രീമിയം സെഗ്മെൻറ്റിലെ ഒരു സെഡാൻ വെഹിക്കിളാണ്. എന്നാലും ഇത് ഈ ഒരു വാഹനത്തിനും നെഗറ്റീവ്സ് ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് പരിചയപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഇയാളാണ് കുറച്ച് നാളായിട്ട് ഈ ഒരു ബലേനോ ഉപയോഗിക്കുന്ന വ്യക്തി. നമ്മളൊരു അടുത്ത സുഹൃത്തു കൂടിയാണ്. എൻ്റെ പേര് നൗഷാദ്. ഞാനിപ്പം വെക്കേഷൻ വന്നതാണ് നാട്ടിൽ. ഞാൻ കൊറിയയിലായിരുന്നു. ഇപ്പോൾ വെക്കേഷൻ വന്നതാണ്. ഞാനിപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 1 മാസത്തിന് മുകളിലായി. ഇതിനു മുമ്പ് എൻ്റെ കയ്യിലുണ്ടായത് മാരുതിയുടെ തന്നെ വണ്ടിയാണ്, എർട്ടിക 7 സീറ്റ്. അത് ഹൈബ്രിഡും കൂടിയാണ്. ഹൈബ്രിഡ് എന്നുള്ള പേരിലാണ് ഞാൻ ആ വണ്ടി എടുക്കുന്നത്. പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് അത് ഹൈബ്രിഡ് എനിക്ക് പറ്റിപ്പോയതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഞാൻ ഗൾഫിൽ യൂസ് ചെയ്ത് ഹൈബ്രിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഹൈബ്രിഡ് എടുക്കുന്നത്. പക്ഷെ അത് എടുക്കുമ്പോൾ ആ സിസ്റ്റം അല്ല ഇവിടെ വരുന്നത്. ഇവിടെ മാറ്റം വരുന്നത് അല്ല. ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ട് എന്താ, അത് മൈലേജ് കൂടുതൽ കിട്ടില്ല? എനിക്കൊരു മൈലേജും കൂടുതൽ കിട്ടിയിട്ടാ. അതായത് എനിക്ക് 9-10 കിലോമീറ്റർ മൈലേജിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ മലയോര മേഖലയിൽ താമസിക്കുന്നത്. കൂടുതലും കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ. അന്നേരം കാഞ്ഞങ്ങാട് പോയി വരാൻ തന്നെ എനിക്കിപ്പോൾ ഏകദേശം അതിന് ഒരു 1000 റുപ്യ എണ്ണ വേണ്ടി വരും. അതായത് ഒരു 60 കിലോമീറ്റർ പോയിട്ട് വരാൻ വേണ്ടിയിട്ട് 1000 റുപ്യ എണ്ണ എനിക്ക് ഏകദേശം ആയിക്കൊണ്ടുണ്ട്. അതിന് പുറക്ക് ഞാൻ 1 കൊല്ലത്തിൻ്റെ അടുത്ത് കയറ്റി വെച്ചിന് വണ്ടി. ഞാൻ ഗൾഫിൽ പോയ സമയത്ത് ഞാൻ മുമ്പ് ഖത്തറിൽ 2010 മുതൽ 2024 വരെ ഇപ്പോൾ ഏകദേശം ഖത്തറിലാണ് ഉണ്ടായത്. പോയി വന്നുകൊണ്ടുണ്ടായത് ഈ 10-14 വർഷത്തെ. അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തൊരു വണ്ടിയാണത്. വണ്ടി എടുക്കാന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി 7 സീറ്റർ എർട്ടിക എടുത്തത്. അതായത് ഒരു ചെറിയ വണ്ടിയിൽ 7 സീറ്റർ എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് കുറഞ്ഞിട്ടില്ല. അങ്ങനെ മൈലേജിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാൻ ആ വണ്ടി ഒഴിവാക്കുന്നത്. ബാക്കി പ്രശ്നമൊന്നുമില്ല. അതിൽ പിന്നെയാണ് ഞാനിപ്പോൾ ഖത്തർ ഒഴിവാക്കി കൊറിയയിൽ പോയത്. കൊറിയയിൽ അപ്പോൾ ഇതിപ്പം ഓട്ടോമാറ്റിക് വണ്ടിയും കൂടിയാണ്. ഓട്ടോമാറ്റിക് ഞാൻ കുഴപ്പമൊന്നുമില്ല എനിക്ക്. കാരണം വെച്ചെങ്കിൽ ഇപ്പം ട്രാഫിക് കൂടിയ സ്ഥലം പറഞ്ഞ പോലെ തന്നെ അല്ലേ? അതെ. എല്ലായിടത്തും ഇപ്പം നല്ല ട്രാഫിക്കും കൂടുതൽ വണ്ടികളെല്ലാം ഏറ്റവും കൂടുതൽ റോഡിൽ ഇറങ്ങുന്നു. റോഡ് അറിയാലോ, റോഡ് സേഫ്റ്റിയുടെ ആണെങ്കിലും സിറ്റിയിലെല്ലാം പോകുമ്പോൾ ടെൻഷൻ ഇല്ല. ഇപ്പൊ ഞാനിപ്പോ മിനിയാന്ന് മൈസൂർ പോയിട്ട് വന്നതാണ്. ഇത് 2-3 ദിവസമായി പോയിട്ട് ഇപ്പോൾ വന്നിട്ട് ഫാമിലി ഒരു ട്രിപ്പ് പോയിട്ട് വന്നു. ഞാനിപ്പോൾ നാട്ടിൽ വെക്കേഷൻ വന്നതാണ് കൊറിയയിൽ നിന്ന് ഇപ്പോൾ വന്നത്. ഞാൻ മുമ്പ് ഖത്തറിലുണ്ടാകുന്ന സമയത്ത് ഞാൻ കൂടുതലും യൂസ് ചെയ്തത് ഇതന്നെയാണ്. ഏത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് പിന്നെ ഓടിച്ചിട്ടുള്ളൊരു പരിചയം ഉണ്ടാവുകൊണ്ട് എനിക്ക് വലിയ ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ എത്രയോ വർഷമായിട്ട് ഞാൻ അവിടെ ഓടിക്കുന്നതും ഞാൻ ടാക്സിയും അതായത് പല കമ്പനിയിലും വർക്ക് ചെയ്തതാണ്. നല്ല വണ്ടി ഉണ്ടായത് അവിടെ ഗൾഫിൽ അറിയാമല്ലോ, കൂടുതലും ഓട്ടോമാറ്റിക് തന്നെയാണ്. ആ രീതിയിൽ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. ഓട്ടോമാറ്റിക് നല്ല ഇത് തന്നെയാണ്. ബലേനോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് കാരണം? ബലേനോയിലേക്ക് എത്താൻ വെച്ചെങ്കിൽ ഇപ്പോൾ ചെറിയൊരു വണ്ടിയാണ്, മൈലേജ് ഒതുങ്ങിയൊരു വണ്ടി, ഒരു ഫാമിലിക്ക് അതന്നെ റീസെയിൽ വാല്യൂ. അതുകൂടാതെ ഒരു ഫാമിലിക്ക് ഏറ്റവും ഒരു ചെറിയൊരു വണ്ടി എന്നുള്ളൊരു രീതിയിലും നമുക്ക് കൂടുതൽ കംഫോർട്ട് തോന്നി. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി? ഇതിപ്പോ 16,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 16,000 കിലോമീറ്റർ മൈലേജ്, അത്യാവശ്യം മൈലേജ് ഉണ്ട്. സർവീസ് കഴിഞ്ഞ് അടുത്ത സർവീസ് ഇപ്പൊ ആവാനായിട്ടുണ്ട്. 20,000 തോന്നുന്നു. 20,000 അടുത്ത സർവീസ് വരുന്നു. നമുക്ക് ഒരു ഡ്രൈവ് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചാൽ. ഈ വണ്ടി ഇത് ഓട്ടോമാറ്റിക് നമ്മൾ പറഞ്ഞു. ഇത് ഏത് വേരിയന്റ് ആണ്? ഇത് ബലേനോന്റെ മിഡിൽ ഓപ്ഷൻ വരുന്ന സീറ്റ മോഡലാണ്. മോഡൽ. ഇത് ഓൺ റോഡ് ഇറക്കുമ്പോൾ ഏകദേശം എത്ര? ഇത് ടാക്സ് ഇപ്പം ടാക്സ് എന്തോ കുറച്ചിട്ടുണ്ട്. അതിന് GST കുറവ് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഇതിന് 10 സംതിങ് വന്നിന്. ഇപ്പം വണ്ടിക്ക് 9 സംതിങ് ആറ്റ വില വരും. 9,56 അങ്ങനെ എന്തോ വരും. ആ സമയത്ത് 10-30 വില വന്നിരുന്ന. അപ്പം വണ്ടി എടുക്കുമ്പോ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? എക്സ്ട്രാ ആയിട്ട് സീറ്റ് കവർ ഇപ്പൊ അടുത്ത് ചെയ്തത്. അത് കൂടാതെ വെഹിക്കിലൊരു ബൾബ് മറ്റേ ലൈറ്റ് അത് ഫിറ്റ് ചെയ്തിരുന്നു. ബാക്കി എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കാര്യങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇപ്പം നൗഷാദ് ഇപ്പോൾ ഒരുപാട് വണ്ടിയെല്ലാം ഡ്രൈവ് ചെയ്തല്ലേ? ബലേനോ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രീമിയം ഹാഷ് ബാഗ് സെഗ്മെന്റിൽ സെയിൽ നടക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് നല്ലോണം വിജയിച്ചൊരു വണ്ടിയാണ് ബലേനോ. അപ്പം നൗഷാദിന് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പോൾ ലോങ് ട്രാവലിലും ഇപ്പം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇത്?
പ്രത്യേകിച്ചിട്ട് ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒരു ലാഗോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ ഒന്നുമില്ല. കാരണം വെച്ചെങ്കിൽ എനിക്ക് ഇപ്പൊ നല്ലൊരു ഈ ബലേനോന്റെ ഫസ്റ്റ് ഇറങ്ങിയ പാടി ഞാൻ ഓടിച്ചു നോക്കിനി. അന്നേരം തീരെ വെയിറ്റ്ലെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വണ്ടി. ഇപ്പൊ ഇല്ല വണ്ടിക്ക് ആ മാറ്റം വന്നിട്ടുണ്ട്. വണ്ടി കുറച്ചും കൂടി ഒന്ന് അവർ ഉഷാറാക്കിയിട്ടുണ്ട്, വെയിറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട്. ആദ്യത്തെ വെറും ഒരു പാട്ട പോലെ ആയിട്ട് തോന്നി. ആ ഒരു ഫീൽ ചെയ്തിന് മുമ്പ് ഈ വണ്ടി ഇറങ്ങിയ പാട്. ഇപ്പൊ അതിൽ നിന്നെല്ലാം നല്ലോണം മാറ്റം വന്നിട്ടുണ്ട്. വണ്ടി ലുക്കും ഉണ്ട്. അത് കൂടാതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ കാണുന്നത് ഒന്ന് ബലേനാണ്. ഇപ്പൊ നിരത്തുകളിൽ കൂടുതൽ കാണുന്നത്. ശരിയാണ്, ബലേനാണ് ഇപ്പൊ കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പൊ നമ്മളെ മലയോര പ്രദേശത്താണെങ്കിൽ പോലും കുറെ ഉണ്ട് ബലേന. ഇപ്പൊ എവിടെ നോക്കിയാലും ബലേന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ വെച്ചെങ്കിൽ ഇതിന്റെ വെച്ചെങ്കിൽ ഒന്ന് ഈ ഗ്രൗണ്ട് സ്പേസ് കുറച്ച് കുറവാന്നുള്ളൊരു തോന്നലുണ്ട്. കാരണം വെച്ചെങ്കിൽ ഒരു ബേക്ക് 3 അതുപോലെ ഫ്രണ്ട് 2 അങ്ങനെ 5 ആള് വന്നു കഴിഞ്ഞെങ്കിൽ അത് നമ്മളെ ഈ പ്രദേശത്തേക്ക് കേട്ടോ, മലയോര പ്രദേശത്ത് വരുമ്പോൾ തട്ടിയിട്ടില്ല, അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. വലിയൊരു കട്ടറിലെല്ലാം പോകുമ്പോൾ ചിലപ്പം സാധ്യതയുണ്ട്. കാരണം ഗ്രൗണ്ട് സ്പേസ് കുറച്ച് കുറവാണ് ഇനി വരുന്നത്. പക്ഷെ ഇതുവരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്റെ അടുക്കുന്ന ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഞാൻ പിന്നെ അത്ര നോക്കിയിട്ടേ പോകുന്നില്ല. ഇപ്പം നൗഷാദിന് ഇപ്പൊ എങ്ങനെയാ മൈലേജിന്റെ എല്ലാം കാര്യം എങ്ങനെയാണ്? മൈലേജ് ഇപ്പം കുഴപ്പമില്ല, ഒരു 15 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 17 കമ്പനി പറഞ്ഞാലും നമ്മളെ ഇങ്ങോട്ട് കിട്ടൂല, മലയോര പ്രദേശത്ത് ഇത് കിട്ടൂല. നമ്മളെ അങ്ങോട്ട് കൂടുതലും കയറ്റങ്ങളെല്ലാം. അതുകൊണ്ട് പിന്നെ ഈ ബലേനോന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് കുറച്ച് ഓടി ആകുമ്പോഴാണ് മൈലേജ് കിട്ടും. സർവീസുകൾ കഴിയുമ്പോഴും അതുകൂടാതെ കുറച്ച് നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ മൈലേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാ വണ്ടിക്കും പൊതുവെ എങ്ങനെയാണ്. പിന്നെ എപ്പോഴും വണ്ടി എടുക്കുമ്പം അല്ലെ പുതിയ വണ്ടി തന്നെ എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക. ഒരു 5 വർഷം വരെ നമ്മൾ പുതിയ വണ്ടി ഒന്നും ചിന്തിക്കണ്ട. കാരണം വെച്ചെങ്കിൽ പണി വേറെ ധൈര്യമായിട്ട് നമുക്ക് എവിടെ പോവാ. പുതിയ വണ്ടി എടുത്ത് 10,000 കിലോമീറ്ററിന് ചെറിയൊരു സർവീസ് കമ്പനിയിൽ തന്നെ ചെയ്യാം. ഫ്രീ സർവീസ് 10,000 കഴിഞ്ഞ് പിന്നെ 20,000 ചെയ്യാം. അങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 5 വർഷം വരെ നമുക്ക് ഒരു പണിയും വരാൻ സാധ്യതയുണ്ടാവില്ല. ഇല്ല, നമുക്കൊരു ധൈര്യമുണ്ട് എവിടെ പോവാ, ഒന്നും കംപ്ലൈന്റ് വരില്ല എന്നുള്ളൊരു ധൈര്യമുണ്ട്. അതുപോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ പിന്നെ ലോണും കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നല്ലോ. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ലോണിന്റെ പലിശ കുറച്ച് കൂടുതലാണ്. പലിശ അത് നമുക്ക് ഫിനാൻസ് ഇടാൻ പറ്റും. ബാങ്ക് ലോണ് കാര്യങ്ങൾ കിട്ടുന്നില്ലല്ലോ ഈ ഫിനാൻസുകൾ. പിന്നെ AC ആണെങ്കിലും നല്ല കൂളിംഗ് ആണ് ഇതിൻ്റെ. ഇപ്പം അതല്ല നല്ല റിയർ AC ആണ്. കൂളിങ്ങിലും നല്ല കൂളിംഗ് തന്നെയാണ് വരുന്നത്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. അതെ ഇതിന് വരുന്നുണ്ട്. അത് കൂടാതെ റിയർ ക്യാമറ വരുന്നുണ്ട്. പിന്നെ സ്റ്റാരിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ. പിന്നെ ഇതിന് വേറൊരു സിസ്റ്റം എന്ന് വെച്ചെങ്കിൽ ഈ ഹെഡ്ലൈറ്റിന്റെ ഇതിൽ വരുന്ന ഓട്ടോ സിസ്റ്റം വരുന്നുണ്ട്. അതിപ്പം വരാൻ തുടങ്ങിയാൽ തോന്നുന്നു. കുറച്ച് വണ്ടികൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെ. അതായത് ഓട്ടോ വെച്ചെങ്കിൽ വീട് 2 സെൻസർ ഉണ്ടാവും ഫ്രണ്ടില്. നമുക്ക് പെട്ടെന്ന് ഇരുട്ട് കയറുന്ന സമയത്ത് സോളാർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഭവം. അതായത് അവിടെ കവറിങ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ലൈറ്റ് ഓൺ ആണ്. അത് നമ്മൾ ഇട്ടോണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ചിലപ്പോൾ മിസ്സായി പോകും ഇരുട്ടാകുന്നതിനനുസരിച്ചിട്ട് ലൈറ്റ് ഇടാണ്ടിരിക്കുമ്പോൾ. അതായത് ഇപ്പൊ ഇൻ കേസ് നമ്മൾ ഇപ്പോ ഓടുന്ന ഹൈവേ കൂടി പോകുന്ന സമയത്ത് എവിടെയെങ്കിലും തുരങ്കം ഉണ്ടെങ്കിൽ തുരങ്കത്തിന്റെ അകത്ത് ഒരു ഇരുട്ട് കയറുമല്ലോ. ആ സമയത്ത് ഓട്ടോമാറ്റിക് അത് കവർ വരുന്ന സമയത്ത് ഓട്ടോ ആയിട്ട് തന്നെ ലൈറ്റ് ഓൺ ആവും. അത് നല്ലൊരു ഓപ്ഷനാണ്. അതെ, സൂര്യന്റെ ഇത് വരുമ്പോ അത് ഓഫ് ആയും ചെയ്യുന്നു. അതിപ്പം നമ്മളിപ്പോ നേരം വെളുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ മിസ്സായി പോവാറുണ്ട്. നമ്മൾ വണ്ടി എടുത്തിട്ട് പോയിട്ട് അതിൽ തന്നെ വരുന്നുണ്ട് ഓട്ടോ സിസ്റ്റം വരുന്നത്. നല്ലൊരു സിസ്റ്റം ആണല്ലോ മാരുതി കൊണ്ടുവന്നിട്ടില്ല. കുഴപ്പമില്ല. അപ്പൊ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഒരു റെക്കമെൻഡ് ആയിട്ട് പറയാനുണ്ട്? ഇപ്പൊ ബലേനോയിലൊക്കെ വരുന്ന ആൾക്കാർ. ബലേനോക്ക് വരുന്നതെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ചെറിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ബലേനോ ഇപ്പൊ നല്ലൊരു ഓപ്ഷനാണ്. കാരണം വെച്ചെങ്കിൽ ചെറിയ ഒരു വണ്ടി, ഒതുങ്ങിയൊരു വണ്ടി മാത്രമല്ല, ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്കൊരു ഫ്രീ ആണ് മൊത്തത്തിൽ. ട്രാഫിക്കിലായിക്കോട്ട് നമുക്ക് ടെൻഷൻ ഇല്ല. ഈ ക്ലച്ച് താങ്ങി കാലിന്റെ വേദന അത് കുറയും. അത് തന്നെ ഇപ്പൊ നല്ല ട്രാഫിക്. ഇപ്പൊ കാഞ്ഞങ്ങാട് പോയാൽ തന്നെ ഇപ്പൊ അറിയാലോ, നല്ല ട്രാഫിക്കാണ് ഇപ്പൊ ഏത് സമയത്ത് പോയാലും. ഏത് സിറ്റിയിൽ പോയാലും ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഈ ചെറിയ വണ്ടി കൊണ്ടില്ല നമുക്ക് ഗുണങ്ങൾ വെച്ചാൽ ടൗണിൽ പോയാൽ പാർക്കിങ് അതെല്ലാം കുറച്ച് എളുപ്പമാണ്. പിന്നെ ഈ ബലേനോ ആകുമ്പോൾ എല്ലാം ഉണ്ട്. ഇതിന് ലുക്ക് ഉണ്ട്, പിന്നെ മൈലേജ് വരുന്നുണ്ട്, ഡ്രൈവിംഗ് കംഫർട്ട് വരുന്നുണ്ട്, യാത്രാ സുഖം തരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് റീസെയിൽ വാല്യൂ ഉണ്ട്. മാരുതിയുടെ വണ്ടിയും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ചിട്ട് ബലേനോക്ക് റീസെയിൽ വാല്യൂ ഉണ്ട്. ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം അല്ല 5 വർഷം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് കൊടുക്കുമ്പോൾ ഏകദേശം അത്ര ഒരു പ്രൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും. 5 വർഷം വരെ കണ്ണും ചിമ്മിട്ട് നമുക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ലാണ്ട് ഓടിക്കുകയും ചെയ്യാം അല്ലേ? അതെ.
അപ്പം നൗഷാദ് ഇപ്പം റെക്കമെൻഡ് ചെയ്യും ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബലേനോ വേറെ ആൾ എടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് തന്നെ റെക്കമെൻഡ് ചെയ്യും. തീർച്ചയായും. കാര്യമായിട്ടുള്ള നെഗറ്റീവ്സ് എന്തെങ്കിലും പറയാൻ? നെഗറ്റീവ് ആയിട്ട് എൻ്റെ അടുത്ത് ഇപ്പൊ ഒന്നും വന്നിട്ടില്ല. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നു ഇത്ര നാളത്തെ ഉപയോഗത്തിലല്ല. ഇല്ല, എനിക്കൊന്നും നെഗറ്റീവായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പം 7 മൈലിൽ നിന്ന് അങ്ങോട്ടുള്ള കയറ്റമല്ലോ ഇല്ലേ, വലിയ കയറ്റങ്ങളാണ്. ഞാനിപ്പോൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫാമിലി ഉണ്ടാവും, അവരെല്ലാം ഉണ്ടാകുന്ന സമയത്ത് കൂടി എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കയറ്റം പോലും. പലരും പറയലുണ്ട് ഓട്ടോമാറ്റിക് എങ്ങനെ ഓടിക്കല് എന്താന്ന്. ചില ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് താല്പര്യമില്ല, പക്ഷെ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓടിക്കും അല്ലേ? എനിക്ക് ഓട്ടോമാറ്റിക് ഓടുവെച്ചെങ്കിൽ ഞാൻ മുമ്പ് ഗൾഫിലുണ്ടാകുന്ന സമയത്ത് കൂടുതലും ഉപയോഗിച്ച ഓട്ടോമാറ്റിക്കാണ്. അവിടെ വെച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും കൂടുതലുള്ളത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതും ഓട്ടോമാറ്റിക്കാണ്. അതിന്റെ ഒരു രീതിക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈസിയാണ് കുറച്ചും കൂടെ അല്ലേ? അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ഓട്ടോമാറ്റിക്കിനോട്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ കൂടുതൽ ഓട്ടോമാറ്റിക് തന്നെ എടുക്കണം എന്നാണ്. കാരണം ട്രാഫിക് ബ്ലോക്കും പിന്നെ നമുക്ക് മെയിൻ ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ്. അതെ, നമുക്ക് കാല് ഫ്രീ ആയി. പിന്നെ ലേഡീസിനെല്ലാം വളരെ ഈസി ആയിട്ട് എടുക്കും. ലേഡീസിന് സുഖം ഓട്ടോമാറ്റിക് ഓട്ടാൻ വേണ്ടിയിട്ട്. നൗഷാദ് ഇത്ര നാളത്തെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ സാറ്റിസ്ഫൈഡ് ആണ്, വേറെ ആളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബലേനോ ഓട്ടോമാറ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് സീറ്റ വേരിയന്റ് അല്ലേ? ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് സീറ്റ ഒരു യൂസർക്ക് പറയാനില്ല ഓട്ടോമാറ്റിക് വേരിയന്റ് ബലേനോ. നെഗറ്റീവ്സ് ആയിട്ട് കൂടുതലൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനെയുള്ള ഓട്ടോമൊബൈലായിട്ടുള്ള വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് അധികം ചെയ്യുന്നത്. യൂസർ റിവ്യൂ അതുപോലെ പുതിയ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. പിന്നെ അതുപോലെ നിങ്ങൾ ബലേനോ വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക. മാരുതി വാഹനങ്ങളെ കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.